ഒരു തമിഴ് സ്ട്രീറ്റ് എല്ലാം തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത്. പ്രഷർ കുക്കർ, മിക്സി, വിളക്ക്, സാരികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതിന്റെ വില കണ്ടോ, 15,000 രൂപ നാട്ടിലെ. 2 അപ്പത്തിന് 3 യൂറോ. ശ്രീലങ്കൻ ശ്രീലങ്കൻ കൊത്തു പൊറോട്ട வச்சிலே ஒரு 15 வருஷமாவே முதல் ஆரம்பத்தில் ஒரு சின்ன கடையா இருந்து എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയായ ഡോട്ട്മണ്ടിലേക്കാണ്. ഡോട്ട്മണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരുവിധപ്പെട്ട മലയാളികൾക്കൊക്കെ അറിയായിരിക്കും. ഡോട്ട്മണ്ടിലെ പ്രത്യേകത, ഡോട്ട്മണ്ടിൽ ഒരു ഫേമസ് ഫുട്ബോൾ ക്ലബ് ഉണ്ട്, യൂറോപ്യൻ ലീഗിലൊക്കെ കളിക്കുന്നതാണ്. ബോറഷ്യ ഡോട്ട്മണ്ട് എന്നാണ് പേര്. അപ്പൊ നാട്ടിലുള്ള ഫുട്ബോൾ ലവേഴ്സിന്റെ ഇടയിൽ അത്യാവശ്യം നല്ല ഫേമസ് ക്ലബ്ബാണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഡോട്ട്മണ്ടിൽ തന്നെ ഒരു വലിയ തമിഴ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് അവിടെ ഒരു തമിഴ് സ്ട്രീറ്റും അവിടെ കുറെ കടകള്, അതിന്റെയൊക്കെ ബോർഡ് തന്നെ തമിഴിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതും എല്ലാം തമിഴിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ജുവല്ലറി ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പോയി കാണുമ്പോൾ, ഒരു തമിഴ് സ്ട്രീറ്റ് ജർമ്മനിയിൽ കാണുമ്പോൾ അതൊരു വലിയ സന്തോഷം തോന്നും നമുക്ക്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു 1:30 ആയി ഇറങ്ങിയപ്പോ, ഉച്ചയ്ക്ക് ഇച്ചിരി ലേറ്റ് ആയി. ഇനിയിപ്പോ നേരെ പോയി ഒരു തമിഴ് റെസ്റ്റോറന്റിൽ തന്നെ കയറി നല്ലൊരു ഫുഡ് കഴിക്കണം, അല്ലെ, ലഞ്ച്, ഊണ്. ഒരു പ്രത്യേക രീതിയിലുള്ള മസാലകളും ഒക്കെയാണ് അവർ ഉപയോഗിക്കണം. ശ്രീലങ്കൻ ഫുഡാണ്. അപ്പോൾ ഞങ്ങൾക്കത് ഒരു തവണ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രസം തോന്നി ഞങ്ങൾക്കത്. ഇഷ്ടപ്പെട്ടായിരുന്നില്ല എന്ന് ഊണും നല്ല എരിവുള്ള സംഭവം. അതെ. അപ്പോ ഇന്ന് അതൊക്കെ കഴിക്കാന്നാണ് പ്ലാൻ. അപ്പൊ ഇപ്പൊ 2:30 ആയിട്ടുണ്ട്. 1 മണിക്കൂറുണ്ട്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഈ ഡോട്ട്മണ്ടിലോട്ട് 1 മണിക്കൂറുണ്ട് വരാൻ. ഇപ്പോ ഇന്നിപ്പോ വെതർ ഒരു 8 ഡിഗ്രി ആണ്, തണുപ്പുണ്ട്. അതൊരെന്ത് കഴിക്കണം? ബിരിയാണി ആണോ അല്ലെങ്കിൽ ഊണാണോ? സുഷി ഒന്നും കിട്ടൂല. ശ്രീലങ്കൻ ഫുഡാണ് വത്തു, അതിൽ സുഷി ഒന്നും കിട്ടൂല. ഇതാണ് ഇപ്പോഴത്തെ പുറത്തെ കാഴ്ച. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇലകൾ ഇങ്ങനെ നിറം മാറിയിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പൊ അതെ വിന്ററായി, അപ്പോ തീരെ ഇലകളൊന്നും ഇല്ല. നമ്മൾ ഡോട്ട്മണ്ട് ടൗണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് ട്രാം അങ്ങോട്ട് പോവാണോ ഇങ്ങോട്ട് വരുവാണോ? ട്രാമിന്റെ പുറകിലാണ്. എനിക്കിത് എപ്പോഴും ടെൻഷനാണ്. പുറകിലാണോ മുന്നിലാണോ, ഇത് ഇങ്ങോട്ട് വരുമോ? ട്രാമും വണ്ടികളും എല്ലാം റോഡേ തന്നെയാണ് പോണത്. ഇങ്ങനെയുള്ള ട്രാം ഇന്ത്യയിലുള്ളത് കൊൽക്കത്തയിൽ മാത്രമാണ്. അതെ. ഇവിടെ ഇവിടുത്തെ നഗരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡോട്ട്മണ്ട്, ഡിസൽഡോഫ്, മ്യൂണിക്ക് എല്ലായിടവും ജർമ്മനിയിൽ എല്ലായിടവും ട്രാം ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന കാണാം. അപ്പൊ അവർക്ക് മേലൊക്കെ കണ്ടാൽ അവർക്ക് ആ കറണ്ട് അതിൽ നിന്നാണ് അവർ എടുക്കുന്നത്. സാധാ ട്രെയിൻ പോലെ അടിയിൽ പാളമുണ്ട്, റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മളിങ്ങനെ തൊട്ടുരുമ്മിയൊക്കെ അങ്ങ് പോണല്ലേ, വലിയ ശല്യമൊന്നും ഉണ്ടാക്കാതെ. ശല്യമൊന്നുമില്ലാതെ അതിന്റെ വഴി, നമുക്ക് നമ്മുടെ വഴി. ഇപ്പം നമ്മൾ ആ സ്ട്രീറ്റിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ കട തന്നെ കൈലാസ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇതിനകത്ത്. ഇഡ്ഡലി മേക്കർ, പ്രഷർ കുക്കർ, മിക്സി, വിളക്ക്, എല്ലാം ഇരിപ്പുണ്ട്. ഇരിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ സാധനങ്ങളെല്ലാം. ഇതുകൊണ്ട് നാട്ടിലെ കട പോലെയാണ് ആ സ്ട്രീറ്റിന്റെ തുടക്കം. കണ്ടോ, ഇവിടെ കാണുന്ന കടകളെല്ലാം തമിഴ് കടകളാണ്. കടയെല്ലാം നടത്തുന്നവര് ശ്രീലങ്കൻസോ തമിഴിയൻസ് ഒക്കെയാണ്. നാട്ടിലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇത് നമ്മുടെ നാട്ടിലൊരു ടെക്സ്റ്റൈൽസ് ആണ്. ഇത് കണ്ടു, നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന പോലുള്ള ഒരു ടെക്സ്റ്റൈൽസ്. കുർത്തിയൊക്കെയാണ് കണ്ടോ, വില എഴുതിയിരിക്കുന്നുണ്ടോ. ബൈ ഓൺ 15 യൂറോ ആണ് ഒരെണ്ണത്തിന്. 15 യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 1500 രൂപ. അതായത് 1 യൂറോ ഇപ്പോ 100 രൂപയ്ക്ക് പുറത്തുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കുർത്തയ്ക്ക് 1500 രൂപയാണ് വില.
ബൈ 2 25 2500 രൂപയ്ക്ക് രണ്ടെണ്ണം. ഇത് മുണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, നാട്ടിലെ വെള്ളമുണ്ട്, സാരി എല്ലാം ഉണ്ട്. അതെ, സാരികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അത് സാരിക്ക് ഒരെണ്ണത്തിന് 6 യൂറോയാണ്, അതായത് 600 രൂപ. രണ്ടെണ്ണത്തിന് 10 യൂറോ, 1000 രൂപ. രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം ജർമ്മനി ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു സമയം, അതായത് ഒരു 1960-70 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഡോട്ട്മണ്ടില് കൽക്കരിയുടെയും സ്റ്റീലിന്റെയൊക്കെ ഒത്തിരി ഫാക്ടറികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അതിനുള്ള ആൾക്കാർ കുറവായിരുന്നു അവിടെ വർക്ക് ചെയ്യാനുള്ള. അങ്ങനെ ജർമ്മനി ആ സമയത്ത് മറ്റുള്ള രാജ്യക്കാർക്ക് വേണ്ടി അവരുടെ വാതിലുകളൊക്കെ അങ്ങ് തുറന്നിട്ടു, എല്ലാരെയും വെൽക്കം ചെയ്തു. അപ്പൊ ആ സമയത്തായിരുന്നു നമ്മുടെ ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അവര് ആ സമയത്ത് കുറെ പേര് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഇവിടെ വന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ പിൻതലമുറയാണ് ഇപ്പോ ഇവിടെ ഉള്ളത്. അപ്പൊ അവരുടെയൊക്കെ ബിസിനസ്സും കടകളും ഒക്കെയാണ് ഇതെല്ലാം. നല്ല തിരക്കുള്ള കടയാണ്, ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു കടയാണിത്. ഗ്രോസറി സ്റ്റോറാണ് ഇതിവിടെ, ബാല സ്റ്റോർ എന്നാണ് പേര്. ഇതേ കണ്ടോ, ഇവിടെ ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് കുക്കർ വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിന്റെ അത് വലിയ റൈസ് കുക്കറാണ്, ചെറുതല്ല. അതിന്റെ അടുത്ത് തന്നെ വേണ്ട പ്രീതി നമ്മുടെ മിക്സി വെച്ചിട്ടുണ്ട്, മിക്സർ ഗ്രൈൻഡർ. ഇതിന്റെ വില ഉണ്ടോ 149 യൂറോ, ഏകദേശം 150 യൂറോ, 15,000 രൂപ നാട്ടിലെ. നമ്മുടെ റൈസ്, മിക്സ്ചർ, മുറുക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. സൂപ്പർ. നമ്മുടെ മിക്സ്ചറിന്റെ വില 300 ഗ്രാമിന് 3.5 യൂറോ ആണ്. 3.5 യൂറോ എന്ന് പറഞ്ഞാല് 350 രൂപ. അപ്പൊ ബാല സ്റ്റോർ കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത് പോകുമ്പോ ഇത് നോക്കിക്കേ, അപ്പം 2 അപ്പത്തിന് 3 യൂറോ. ദോശയുടെ സെറ്റ് 5.5 യൂറോ. 5.5 യൂറോ എന്ന് പറഞ്ഞാല് 550 രൂപ. പിന്നെ ഇവിടുത്തെ ഒരു കടയാണ് ഇടിയപ്പമുണ്ട്, ഇടിയപ്പവും മട്ടൻ കറിയും ഉണ്ട്. കഫേ മോൾ, ചെറിയൊരു കട. ഒരു ചെറിയ കടയാണ്. ഇതുണ്ട്, തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് ആദ്യമായിട്ട് അപ്പം വന്നപ്പോഴാണ്. കടയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം കടൈ. തമിഴ് വായിക്കാൻ അറിയല്ലേ? എനിക്ക് തമിഴ് തമിഴ് വായിക്കാൻ വായിക്കാൻ അറിയില്ല. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ആ കടകളുടെ ഒരു നിരകൾ കണ്ടതെല്ലാം അവിടെ ആയിരുന്നു. ഇതുണ്ട്, ഇതൊരു ടിപ്പിക്കൽ ജർമ്മൻ സ്ട്രീറ്റ് തന്നെയാണ്. എൻ്റെ സൈഡിലാണ് ആ കടകളെല്ലാം കണ്ടത്. നമ്മളിനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നു. ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, തിരുവള്ളുവരുടെ പ്രതിമ. കഴിഞ്ഞ വർഷമായിരുന്നു ഇതിന്റെ ശിലാസ്ഥാപനം ഇവിടെ. ഇതൊരു സംഭവം തന്നെയാണ്. ജർമ്മനിയിൽ നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച. ഇതാരെന്ന് കണ്ടോ, ഇവിടെ പരസ്യം വെച്ചിരിക്കുന്നത് ആരോന്ന് കണ്ടോ, മഞ്ജു വാര്യരും കല്യാണി പ്രിയദർശനും. ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. നമ്മള് ഒരു വർഷം മുന്നേ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഇതുപോലെ എന്താണ് കൊത്തു പൊറോട്ട, ഒരു തവണ കൊത്തു പൊറോട്ട കഴിച്ചു, ഊണ് കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ കണ്ടോ, ദോശയാണ്. നമുക്കപ്പോ ഇവിടെ തന്നെ കയറിയാലോ? നമുക്ക് ഇവിടെ തന്നെ കയറിയാലോ? ഇന്ന് ഇവിടെ കയറാം അല്ലേ? ഞാൻ ശ്രീലങ്കൻ ഊണാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൽ ഒരു മട്ടൻ കറിയും ഉണ്ട്, ഊണ്, പപ്പടം, പിന്നെ ഇത് വെജിറ്റബിൾ കറിയൊക്കെയാണ്. ശ്രീലങ്കൻ. ശംഖു എന്താടാ? ഞാനൊരു കൊത്ത് പൊറോട്ട മാതിരി ഒരു സാധനം, ചിക്കൻ, ശ്രീലങ്കൻ കൊത്ത് പൊറോട്ട. പൊറോട്ട മാതിരിയല്ല, ശ്രീലങ്കൻ കൊത്ത് പൊറോട്ട, ചിക്കൻ കൊത്ത് പൊറോട്ട. നല്ല ലുക്കൊക്കെ ഉണ്ട്. നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു. നല്ല എരിവുണ്ടെന്ന് തോന്നുന്നു. എരിവ് വേണമെന്ന്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം പെട്ടെന്ന് ചിലപ്പോൾ ചിക്കൻ ആയിരിക്കും. സെക്കൻഡ് മുട്ട ഞാൻ കുറച്ച് കഴിച്ചു, ബിക്കോസ് അത് ചൂടിട്ടുണ്ട്. ഇതെല്ലാം ടിപ്പിക്കൽ ശ്രീലങ്കൻ ബിരിയാണിയാണ്. അതിന്റെ സൈഡ് ഡിഷും അങ്ങനെ ടിപ്പിക്കൽ ശ്രീലങ്കൻ ഊണ്. ഇത് ശ്രീലങ്കൻ കൊത്തുപാവുണ്ട്, എല്ലാം ശ്രീലങ്കനാണ്. ഇത് അതുപോലെ അശ്വതി ഓർഡർ ചെയ്ത പോലെ തന്നെ ഉള്ള ശ്രീലങ്കൻ മീലാണ്, ഊണ്. ഇതിനകത്ത് എന്തോ ഒരു പയറിന്റെ സംഭവമുണ്ട്, ഇതൊരു ഉരുളക്കിഴങ്ങിന്റെ സംഭവം, ഇത് ദാലിന്റെ പരിപാടി, ഇതൊരു തരം എന്താണ് ഒരു സാലഡ് പരിപാടി, പപ്പടം, ചോറ്. ഈ ചോറ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് തരും, തീർന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർ അടുത്ത് കൊണ്ടുവരും. പിന്നെ ഇത് ഫിഷ് കറിയാണ്, ഇത് ശ്രീലങ്കൻ രീതിയിൽ ഉണ്ടാക്കിയ ഫിഷ് കറിയാണ്. ശ്രീലങ്കൻ രീതിയിൽ, നമ്മുടെ മസാലയൊന്നും അല്ല, ഇത് ഒരു വേറൊരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. உங்களோட பேரு? என் பேர் கோகுலன். கோகுல. இங்க எத்தனை நாளா ஒர்க் பண்றீங்க? நாங்க இந்த கடையை எடுத்து இப்போ ஒரு 1.5 வருஷம் கிட்டத்தட்ட. ஸ்விட்ச்லயே ஒரு 15 வருஷமாவே இருக்கு. 15 வருஷம். முதல் ஆரம்பத்தில் ஒரு சின்ன கடையா இருந்து இப்போ ஒரு 4 வருஷமா இங்க இந்த பெரிய கடைக்கு வந்திருக்கிறோம். நாங்களும் மாமா சேர்ந்து இப்ப கடையை 1 வருஷம். நீங்க ஒரு ஃபேமிலியா நடத்துறீங்க? இப்ப ஃபேமிலியா தான் நாங்க ரன் பண்றோம். நாங்க கேரளால இருந்து வருது. ஆனா இது ஸ்ரீலங்கா ஃபுட் ரொம்ப பிடிக்கும். இங்க 3rd டைம். ஏன்னா நாங்கள் ஸ்ரீலங்கன் ஃபுட்டை விட இப்போ கொஞ்சம் வந்து சவுத் இந்தியன் ஃபுட்டுக்கு இங்கே மார்க்கெட் பெருசாக இருக்குது, நாங்கள் ரெஸ்டாரண்ட் இல்லை. அதெல்லாம் நாங்கள் சவுத் இந்தியாவிலேருந்து இப்போ 3 குக் எடுத்திருக்கோம். 3 குக் எடுத்து தான் அந்த இந்தியன் ஃபுட் எல்லாம் ஆத்தென்டிக்காக ஒரிஜினலாக கொடுக்குற மாதிரி இந்தியன் ஸ்டைல்லே கொடுக்குறோம். அதே மாதிரி எங்களோட ஒரு ஸ்ரீலங்கன் ഷെഫ് നിൽക്കുകയാർ, അവർ ശ്രീലങ്കൻ ഫുഡ് എല്ലാത്തെയും അതേ ക്വാളിറ്റിയിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ താമസിക്കുന്ന മലയാളികൾക്കൊക്കെ അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ. അടുത്ത വർഷം ജനുവരി മുതൽ അവരൊരു ബുഫേ നോൺ വെജ് കൊടുക്കുന്നുണ്ട്. 24 euro, അല്ലേ? 24 euro. ഓക്കെ. സോ ரொம்ப താങ്ക്സ്. ഓക്കെ, താങ്ക്സ്. മറുപടിയും ശരി. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു, സന്തോഷമായി, നല്ല ഫുഡായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഡോട്ട്മണ്ടിലെ തമിഴ് സ്ട്രീറ്റിലെ കാഴ്ചകൾ. ശ്രീലങ്കൻ അവര് വർഷങ്ങളായി ഇവിടെ കുടിയേറി പാർത്ത ആൾക്കാരാണ് ഈ കണ്ടവരൊക്കെ. അവര് നമ്മുടെ നാട്ടിലെ കൾച്ചർ അവരിപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ. അവര് ജർമ്മനിയിലാണ്, ഈ ഏരിയയിൽ ജർമ്മൻസ് കുറവാണ്, എന്നാലും അവർ ആ ഒരു കൾച്ചർ മുറുകെ പിടിച്ചിട്ട് ഇത് വീക്ക്ലി വൺസ് അവർ ഒരിടത്ത് കൂടി ചേർന്നിട്ട് അവര് ഡാൻസും പാട്ടും, നാട്ടിലെ ഭരതനാട്യം ഇതൊക്കെ ഇവിടെ ക്ലാസ് ഉണ്ട്. അങ്ങനെ വാദ്യോപകരണ ക്ലാസ്സുകൾ ഇതെല്ലാം ഉണ്ട്. ഒരു വല്ലാത്ത കാഴ്ചയാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലെ കൾച്ചർ മുടക്കാറില്ല, ഒത്തുകൂടൽ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർ ഒത്തുകൂടാറുണ്ട്. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.